IFGT, Institute of Fashion and Garment Technology, affiliated by Government of Kerala Technical Education. കർണാടകയുടെ സിംഹമാണ് DK ശിവകുമാർ. ശക്തമായ വാക്കുകളിലൂടെ എതിരാളികളെ നേരിട്ട ഗർജിക്കുന്ന സിംഹം തന്നെ. എപ്പോഴും സത്യങ്ങൾ തുറന്നു പറയാൻ ഒരു മടിയും കാണിച്ചിരുന്നില്ല. കർണാടകയിൽ സംഘപരിവാർ ഫാസിസത്തെ എതിർത്തു നിന്നത് ഒറ്റയാൻ പോരാട്ടത്തിലൂടെയായിരുന്നു. പക്ഷേ ഇപ്പോൾ വികാരഭരിതനായിരിക്കുകയാണ് DK ശിവകുമാർ. കേന്ദ്രം അദ്ദേഹത്തെ പൂട്ടാൻ ശ്രമിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മോദിയും അമിത്ഷയും പിന്നിൽ നിന്നും കളിക്കുന്ന കളികൾക്ക് മുന്നിൽ അദ്ദേഹം വികാരഭരിതനായി പോയി. ഡൽഹിയിൽ EDയുടെ ചോദ്യം ചെയ്യലിന് പോകവേ മാധ്യമങ്ങളോട് സംസാരിച്ച അദ്ദേഹം വളരെ വേദനയോടുകൂടി ചില കാര്യങ്ങൾ പറഞ്ഞു. ഏതൊരു മതേതരത്വ വിശ്വാസിയെയും വളരെ വേദനിപ്പിക്കുന്ന വാക്കുകളായിരുന്നു അത്. തൻ്റെ അച്ഛൻ്റെ പൂജ ചെയ്യാൻ പോലും ED തന്നെ അനുവദിച്ചില്ല എന്നതാണ്. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ അച്ഛൻ്റെ പൂജ ചെയ്യാൻ വേണ്ടി സമയം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് DK ശിവകുമാറിനെ ചോദ്യം ചെയ്യലിന് വിളിക്കുകയായിരുന്നു. ഗണേശ ചതുർത്ഥി ദിനത്തിൽ കുട്ടികളോടൊപ്പമായിരുന്നു താൻ ആഘോഷങ്ങൾ നടത്തുക. എന്നാൽ അതിനും എന്നെ ED വിട്ടില്ല എന്ന് DK ശിവകുമാർ വളരെ വികാരഭരിതനായി പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു സുപ്രധാന നിമിഷത്തിൽ ഉണ്ടായതല്ല, പാരമ്പര്യമായി അദ്ദേഹത്തിന് ലഭിച്ചതാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ അമ്മ വളരെ വ്യക്തമായി പറഞ്ഞത്. അമ്മ പറയുന്നത് ഇങ്ങനെയാണ്: BJP എൻ്റെ മകനോട് പ്രതികാരം ചെയ്യുകയാണ്, പൊട്ടിക്കരയുകയാണ് ആ പാവം. പ്രതികാരം ചെയ്യുന്നത് ചില നിസ്സാര കാര്യങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ്. ആ കണക്കുകളും മറ്റുള്ള കാര്യങ്ങളും നേരിടാൻ എൻ്റെ മകൻ തയ്യാറാണെന്ന് ഊർജ്ജസ്വലനായി പറയുമ്പോൾ പോലും എന്തിനാണ് എൻ്റെ മകനെ ചില ആവശ്യ കാര്യങ്ങൾ പോലും ചെയ്യാൻ സമ്മതിക്കാതെ ഇങ്ങനെ വേട്ടയാടുന്നത് എന്നാണ് DK ശിവകുമാറിന്റെ അമ്മ ചോദിക്കുന്നുള്ളത്. ആ അമ്മയും മകനും നമുക്ക് വിളിച്ചു പറയുന്നത് ജനാധിപത്യം കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോദിയുടെയും അമിത്ഷയുടെയും ഇരട്ടത്താപ്പിനെയാണ്. സംശയം വേണ്ട. എന്തായാലും DK ശിവകുമാർ തുറന്നു പറയുന്നുണ്ട്, ഏത് നിയമ നടപടികളെയും സ്വാഗതം ചെയ്യാൻ താൻ മുന്നോട്ട് വരുമെന്നും എല്ലാ നിയമവുമായി താൻ സഹകരിച്ചു പോകുമെന്നും അദ്ദേഹം വിളിച്ചു പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, അദ്ദേഹം രക്ഷപ്പെടുമെന്ന്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.